വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ എന്തെന്ന് വെച്ചെങ്കിൽ ഇൻഷാല്ല ഞാൻ ഗൾഫിൽ പോകുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മ അച്ചാർ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പൊ ഉമ്മ മാങ്ങല മുറിച്ച് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിത് ഇന്നലെ രാത്രി ആക്കി വെച്ചിട്ടാ. ഇനിയിപ്പോ കടുവും ഉലുവയും വറുത്ത് ഉമ്മത് നല്ലെണ്ണ ഇട്ട് ഒഴിച്ചിട്ട് ഇതാക്കി എടുക്കാന്ന് കടുവട്ടിക്കാന്ന്. പണ്ടത്തിന് വേണ്ടിട്ട് ഉമ്മ തേങ്ങ വാങ്ങി വെച്ചിട്ടുണ്ട്. പണ്ട ഉണ്ടാക്കാനും പിന്നെ ഉണ്ട ഉണ്ടാക്കാനും ഉണ്ടപ്പൊരിയിലെ അത് ഉണ്ടാക്കാനും കൊണ്ടുപോകാനും വേണ്ടിട്ട് ഇൻഷാല്ല വെള്ളിയാഴ്ചയാണ് കേട്ടോ പോകുന്നത്. വെള്ളിയാഴ്ച രാവിലെ 7:15 ഫ്ലൈറ്റ്. അപ്പൊ ഇത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇന്നലെ പോയി പർച്ചേസ് ചെയ്ത് പർച്ചേസിന്റെ വീഡിയോ എൻ്റെ അനിയത്തിന്റെ വ്ളോഗിൽ ഉണ്ടാവും. വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പൊ എല്ലാവരും ലിങ്ക് നോക്കും പർച്ചേസിന്റെ വീഡിയോ. ഇത് കുക്കറാണ്. പിന്നെ ഇവിടെ തന്നെ ഉണ്ടായതാണ്. ഉമ്മ വാങ്ങി വെച്ചിട്ടുണ്ടായതാണ്. പിന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിട്ട ഉമ്മ ഇങ്ങനെ വാങ്ങി അവിടെ ചില്ലിങ്ങനെ വെച്ചിട്ടുണ്ടായതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇതാ ഏകദേശം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തു വെച്ചത് മാത്രം. പത്തലിന്റെ പൊടി, പിന്നെ എന്താ പറയാ പൊരി, അവല്, പിന്നെ കുറേ ചായ കൂട്ടുന്ന വെച്ചാൽ അവിടെ കുറെ ഫാമിലീസ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലി എല്ലാം ഉണ്ട് അവിടെ. അപ്പൊ അവർക്കെല്ലാം കൊടുക്കാനും വേണ്ടിയിട്ടാണ്. ചായ കൂട്ടുന്ന കുറേ ഉണ്ട്, മീനുകളുണ്ട്, പിന്നെ മുളകുപൊടി, മല്ലിപ്പൊടി, ഇനിയും ഇതിൽ കുറേ ഉണ്ട് വെക്കാൻ. ബീഫ് അത് ഇത് എന്ന് പറഞ്ഞ നമുക്ക്. അപ്പൊ എല്ലാം കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെയാണ്. ട്രോളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ട്രോളിയിൽ കുറച്ച് ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് ഇനിയും ഡ്രസ്സ് എടുത്ത് വെക്കാനുണ്ട്. ഇന്നലെ പോയിട്ട് മോക്ക് കുറെ ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് അതെല്ലാം ഇൻഷാല്ല ഞാൻ എടുത്ത് വെക്കുമ്പോ എന്തായാലും കാണിച്ചറ പെട്ടിയിൽ വെക്കുമ്പോ മോളായിരുന്നു എത്തി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. കുറെ ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് ഇത് കുറച്ച് ഇടിണ്ടായ എൻ്റെ കുറച്ച് പുതിയ കുഞ്ഞിന്റെ കുറച്ച് പുതിയ ഡ്രസ്സെല്ലാം. ഇനി എൻ്റെത് പുതിയത് വെക്കാനുണ്ട്, കുഞ്ഞിന്റെ പുതിയത് വെക്കാനുണ്ട്. എല്ലാം വാങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കപ്പാട്ടിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം എടുത്ത് വെക്കണം, കുഞ്ഞിന്റെ പാമ്പേഴ്സ് എല്ലാം. പിന്നെ ഞാൻ ഇന്നലെ ഒരു ഷൂ വാങ്ങിക്കാൻ ഇനിയില്ല. കയ്യിലെ അച്ചാർ ഇതായിട്ടുണ്ട്. ഉമ്മ മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഇത് ബോട്ടിലാക്കണം. ഇനി ഇതൊക്കെ എന്തിനാണ്ട് കായ ഇടാനുണ്ട്. ഉലുവയും കടുവും പൊടിച്ചതിടാനുണ്ട്. എന്നിട്ട് എല്ലാവരും മിക്സ് ആക്കാം. കൊണ്ടുപോകാനുള്ള അച്ചാറാണിത്. ഇതെനിക്ക് ഇത് എൻ്റെ 2 ഏട്ടന്മാരുണ്ട് അവിടെ. അപ്പം എൻ്റെ 2 ഇച്ചാന്മാർക്ക് കൊണ്ടുവന്നതാണ്. ഇതൊരാൾക്ക് അടുത്തടുത്ത് തന്നെയാണ്. പക്ഷെ റൂം വേറെ വേറെ ആയതുകൊണ്ട് ഒരാൾ പിന്നെ അങ്ങനെ അച്ചാർ ബില്ലിങ്ങനെ കൂട്ടൂല. ജിമ്മിനെല്ലാം പോകുന്നതുകൊണ്ട് അവരുടെ ഡയറ്റും കാര്യങ്ങളുണ്ട്. ആൾക്ക് ചെറുത് മതി എന്ന് പറഞ്ഞ് ഇത് മൂത്ത ആൾക്കാണ്, ഇത് എനക്കാണ്. അപ്പം അച്ചാർ സെറ്റാക്കി. ഇനി പണ്ടം അപ്പുറം സെറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ പണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണ്ടം ഉമ്മാന്റെ മൂത്ത ഏട്ടത്തി വന്നിട്ട് ആക്കി തന്ന്. ഞാൻ 2ാമത്തെ ഏട്ടത്തിയായ സെൽമത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് ഉണ്ടാക്കി തരാന്. ഇതെന്ത് പൊരി പൊടിച്ചെടുത്തത് നല്ല വാങ്ങല് വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ മറ്റേ മുത്തമ്മ പോയി നാളെ വരുന്നു പറഞ്ഞ്. അപ്പൊ ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന കാണാം. ഞാനിതാ പാക്കിങ് പെട്ടി ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് എത്ര ഉണ്ടാവും അറിയില്ല. ഇനി ഇതിന്ന് ഒഴിവാക്കാനാവും ഒന്നും എനിക്കറിയില്ല. വരുന്നേ 10 കിലോന് ട്രോളിയിലാവും. മറ്റേ കാർബോർഡ് 30 കിലോനും ഉണ്ടാവും. ഇതാവും അറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ ഇന്നലെ വീഡിയോ എടുക്കാനെങ്കിൽ ഇന്നലെ ലേറ്റ് ആയിന് ഉറങ്ങാന്. അപ്പൊ ഇത് ഞാൻ സെറ്റാക്കി വെച്ച് രാത്രി. ഇത് കുഞ്ഞിന്റെ ആണ് 10 കിലോന് തേച്ച് കൊടുത്തിട്ടില്ല ഞാൻ. പിന്നെ ഇത് എൻ്റെ കുറച്ച് ഡ്രസ്സാണ്. അതിൽ എൻ്റെ ഡ്രസ്സ് ഉണ്ട്, ഇതില് കുറച്ചുണ്ട്, ബാക്കിയെല്ലാം കുഞ്ഞിൻ്റെതാണ്. ഇതിൽ എൻ്റെ മൊത്തം ഡ്രസ്സ് ഇതും സെറ്റാക്കി വെച്ച്. പിന്നെ ഇത് സെറ്റാക്കി വെക്കണം. ഇതിന് എത്ര ഉണ്ടാവും എന്ന് അറിയില്ല. നമുക്ക്
ഓവറായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. 30 കിലോന് എനിക്കില്ലു. ഇതന്നെ 13 കിലോനായി. ബാക്കി ഇത്ര എല്ലാം ഇനിയും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനം വെക്കാനും വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ ഇതെൻ്റെ ചെരുപ്പാണ് കേട്ടോ. ഒന്ന് കൊണ്ടുപോകാതിരിക്കാൻ പറ്റാത്ത സാധനമാണ്. നിസ്കാരപ്പായം ഏകദേശം സെറ്റാക്കി. അതിനപ്പുറം കാണിച്ചിടാം. ഉമ്മ ചിക്കന് എന്തിനും ഉമ്മ ഇത് ബിരിയാണി വെക്കാനാണ്. ആരെങ്കിലും വന്നെങ്കിൽ അവർക്ക് കൊടുക്കാല ഫുഡ്. അങ്ങനെ വിചാരിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കനാണ്. ബിരിയാണി കഷ്ണം ഇത് ബീഫ് കഴുകുന്നുണ്ട് മുത്തമ്മ. ഇത് കൊണ്ടുപോകാനുള്ള ബീഫാണ്. കൈ എടുക്കുന്നത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബീഫ് പച്ചക്ക് കൊണ്ടുപോകാനാണ്. ആ ബീഫ് ഫ്രൈ ആക്കിയിട്ട് കൊണ്ടുപോകാനാണ്. അതെല്ലാവർക്കും കൊടുക്കാനാണ്. അവിടെ കുറേ ഫാമിലീസ് ഉണ്ട് ഹസ്ബൻഡിൻ്റെ. അപ്പോൾ അങ്ങനെ കൊടുക്കാനാണ് ഫ്രൈ ആക്കി കൊണ്ടുവന്നത്. അത് പച്ചക്ക് ഞങ്ങൾക്ക് കഴിക്കാനാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പം ഇത് ഞാനിപ്പോൾ പോയി വാങ്ങിയിട്ട് വന്നത് കുരുമുളക് പൊടി അവിടെ കിട്ടാതൊന്നുമില്ല. എന്നാലും പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ആട്ടപ്പൊടി ചപ്പാത്തിയെല്ലാം എനിക്ക് ചപ്പാത്തി റോൾ അങ്ങനെ ആക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ആക്കി തിന്നാലോ അവിടെ ഉണ്ടാവും. പക്ഷെ നല്ല നോക്കി ചെന്നിരുന്ന് വാങ്ങി. പിന്നെ എൻ്റെ മോള് കുരുത്തക്കട് കണ്ട കൈ കുരുത്തക്കടിൻ്റെ ഇഷ്ടമാണോ.